ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ വനിതാ വിപണന കേന്ദ്രത്തിലെ കടമുറികൾ സ്വന്തം പാർട്ടിക്കാർക്ക് സൗജന്യമായി വിട്ടുനൽകി ലക്ഷങ്ങളുടെ വൻ അഴിമതിയും വരുമാന ചോർച്ചയും വരുത്തുന്ന LDF ഭരണസമിതിയുടെ നടപടിക്കെതിരെ വിജിലൻസിന് പരാതി നൽകാൻ യൂത്ത് കോൺഗ്രസ്. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ടുമുന്നിൽ അഴിമതിയുടെ കരിനിഴൽ വീഴ്ത്തി നിൽക്കുന്ന വനിതാ വിപണന കേന്ദ്രത്തിലെ കടമുറികൾ ചട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി സ്വന്തം പാർട്ടിയുടെ താൽപര്യങ്ങൾക്കായി ദാനം നൽകിയിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം CCTVയിലൂടെ പുറത്തുവന്ന വാർത്ത, പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ സമീപത്തെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷത്തോളം രൂപ മുടക്കി പണിത ഈ കെട്ടിടം അതൊരു സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും സ്തംഭമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വാർത്ത പെട്ടെന്ന് കാണുന്ന ഒരു സാധാരണക്കാരന് ഞെട്ടലുളവാക്കുമെങ്കിലും ഇതിന്റെ പിന്നിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്നിട്ടുള്ള ഈ മുറികൾക്ക് വേണ്ടി ടെൻഡർ നടപടികൾക്ക് വേണ്ടി നടന്നിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പഞ്ചായത്തിന്റെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഒരു സ്തംഭമായി മാറിയിരിക്കുന്ന ഒരു കെട്ടിടമാണ്. നമുക്കറിയാം, കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരിപോഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കെട്ടിടത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി ഇവിടെ കുടുംബശ്രീയുടെ പേരിൽ സ്വന്തമായിട്ടുള്ള CPMന്റെയും ഇടതുപക്ഷ ഭരണസമിതിയുടെയും ഇഷ്ടക്കാർക്ക് ഈ മുറി അനുവദിച്ച് യാതൊരു വിധത്തിലുള്ള വാടക പോലും വാങ്ങാതെ, കറണ്ട് ബില്ല് പോലും വാങ്ങാതെ, ഇവിടെ സർക്കാരിന് ലഭിക്കേണ്ട GST ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനവും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് കിട്ടേണ്ട തനത് ഫണ്ടും ഇത് രണ്ടും ഇല്ലാതാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷത്തോളം രൂപയുടെ പൊതുപണം ചെലവഴിച്ചു നിർമ്മിച്ച ഈ കെട്ടിടം ഇന്ന് നാടിന് ഉപകാരപ്പെടേണ്ടതിന് പകരം ഭരണകക്ഷിയുടെ വഴിവിട്ട സ്വജന പക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും അടയാളമായി മാറിയിരിക്കുകയാണെന്നാണ് ആരോപണം. മുൻ ഭരണസമിതിയുടെ കാലത്ത് കൃത്യമായ ഓഡിറ്റ് ഒബ്ജക്ഷനുകളെ തുടർന്ന് സുതാര്യമായ ബൈലോ ഭേദഗതി ചെയ്യുകയും ലേല നടപടികൾ പൂർത്തിയാക്കി 3,300 രൂപ മുതൽ 4,600 രൂപ വരെ പ്രതിമാസ വാടക ഉറപ്പിച്ച് ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിൽ എത്തിച്ചിരുന്നതുമാണ്. എന്നാൽ നിലവിലെ LDF ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ ആ നിയമവ്യവസ്ഥകളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഈ പൊതുമുറികൾ യാതൊരു മാനദണ്ഡവുമില്ലാതെ കൈമാറിയതായി യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇതിന്റെ ടെൻഡർ നടപടികൾക്ക് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ സമീപിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഇത് ടെൻഡർ നടപടി പൂർത്തിയാക്കി അതിന്റെ അവസാന ഘട്ടത്തിൽ വരെ എത്തിയതാണ്. പക്ഷേ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അതെല്ലാം തച്ചു തകർത്തുകൊണ്ട് ഇവിടെ ഇപ്പോഴും ഈ ഇഷ്ടക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവഴി കഴിഞ്ഞ LDFന്റെ സർക്കാരിന് ലഭിക്കേണ്ട തനത് ഫണ്ടും അതുപോലെ തന്നെ LDF സർക്കാർ കിട്ടുന്ന GST വകുപ്പിലുള്ള യാതൊരു വിധത്തിലുള്ള വരുമാനവും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ നിലവിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃത്യമായി വിജിലൻസിന് പരാതി നൽകി ഇതിലൊരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വർഷങ്ങളായി ഈ മുറികളിൽ നിന്നും 1 രൂപ പോലും വാടകയോ കറണ്ട് ബില്ലോ പോലും ഈടാക്കാതെ ജനങ്ങളുടെ നികുതി പണത്തെ പാർട്ടിക്കാരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ ദുരുപയോഗം ചെയ്യുന്ന വലിയൊരു അഴിമതിക്കാണ് ഭരണകൂടം കൂട്ടുനിൽക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതിലൂടെ പഞ്ചായത്തിന് അർഹതപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ തനത് ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ GST ഇനത്തിൽ ലഭിക്കേണ്ട വലിയൊരു വരുമാനമാണ് ഭരണസമിതി ബോധപൂർവം ഇല്ലാതാക്കിയത്. ഈ അഴിമതിയെക്കുറിച്ച് ചോദ്യം ചെയ്ത മാധ്യമങ്ങൾക്ക് മുന്നിൽ വാടക വാങ്ങണമെന്ന വ്യവസ്ഥയുള്ള ബൈലോയുടെ ഒരു കോപ്പി പോലും പഞ്ചായത്തിൽ ഇല്ലെന്ന പ്രസിഡന്റ് സന്ദീപ് കോതനാഥിന്റെ വാദം തികച്ചും വിചിത്രമാണ്. പ്രസിഡന്റ് തന്നെ പങ്കെടുത്ത യോഗ തീരുമാനങ്ങളുടെ രേഖകൾ പുറത്തു വന്നിട്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണസമിതിയുടെ നിയമലംഘനങ്ങൾക്കെതിരെ ജനരോഷം ശക്തമാകുകയാണ്.
സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപജീവന മാർഗമാകേണ്ട പൊതുമുതൽ സ്വന്തം പാർട്ടിക്ക് വിട്ടുകൊടുത്ത് ലക്ഷങ്ങളുടെ അഴിമതി നടത്തുന്ന ഈ ഭരണസമിതിക്കെതിരെ അടിയന്തരമായി വിജിലൻസിന് കൃത്യമായി പരാതി നൽകുമെന്നും സുതാര്യമായ ടെൻഡർ നടപടികളിലൂടെ അർഹരായ സാധാരണക്കാർക്ക് മുറികൾ വിട്ടുകൊടുക്കുന്നതുവരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അഖിലാഷ് പാഞ്ഞാൾ വ്യക്തമാക്കി. ഈ ഒരു വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിൽ നാം എല്ലാം കണ്ടതാണ്. പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ ടെൻഡർ നടപടികളുടെ ഭാഗമായിട്ട് ഇവിടെ നടന്നിട്ടുള്ള ബൈലോ അടക്കം ഇവിടെ കാണാനില്ല എന്ന തരത്തിലൊക്കെ ആണ് സംസാരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇവിടെ കൃത്യമായ നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇതെല്ലാം സുതാര്യമായി നടപ്പാക്കേണ്ട സംവിധാനങ്ങളിലെല്ലാം തന്നെ മായം കലർത്തുന്ന ഭരണസമിതിക്കെതിരെയും കൃത്യമായ സമരവുമായി മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരായി ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്കറിയാം ഈ കെട്ടിടത്തിലെ 4 മുറികൾ, ആ 4 മുറികളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് പറ്റാവുന്ന രീതിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭരണസമിതി ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ ഇവിടെ യൂത്ത് കോൺഗ്രസ് കൃത്യമായ സമരരംഗത്തുണ്ടാകുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. CCV ന്യൂസ് പാഞ്ഞാൾ.